ഹായ് ഹലോ മോംസ് വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇത് വലിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചെറുതായിട്ട് ഞാൻ ആകെ 1-2 മുഴുവനും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 7-8 വലിയ കാന്താരി മുളകില്ലേ, അത് നല്ലപോലെ ഒന്ന് ഇടികല്ലേ വെച്ച് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് മാങ്ങയ്ക്ക് കൂടെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ഇച്ചിരി മാങ്ങയ്ക്ക് പുളി പോലെ തോന്നിയത് കൊണ്ട് ഒരു സ്പൂണ് പഞ്ചസാര, നല്ല മധുരമുണ്ട്, എന്നാലും ഒരു ചെറിയൊരു മധുരം കൂടെ കിട്ടാത്തതിന് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു. അതിലേക്ക് നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിയോളം കുരുമുളകും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിത് തുറന്നിട്ട് കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പച്ച കറിവേപ്പിലയുടെയൊക്കെ മണം നല്ലപോലെ കിട്ടുമല്ലോ അതിനകത്ത്, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ തിളച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ. ഇപ്പോൾ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വേകണം. ഈ മുളകിൻ്റെയും കാന്താരിയുടെയൊക്കെ എരിയൊക്കെ മാങ്ങ കഷ്ണത്തിലൊക്കെ പിടിച്ച് വരണം. അപ്പോൾ എനിക്ക് ഈ മാങ്ങ കഷ്ണം കഴിക്കുന്നതിനേക്കാളും മാങ്ങ അണ്ടിയോടുകൂടി ഇങ്ങനെ ചപ്പി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലെ ഈ പുളിയും മധുരവും എരിയും എല്ലാം കൂടെ ചേർന്ന മോരിൻ്റെയും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കഷ്ണം വേണമല്ലോ, എല്ലാം ഉടഞ്ഞു പോയാലും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്ന അരപ്പ് തേങ്ങാക്കൂട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് ഈ തേങ്ങയുടെയും ആ ജീരകത്തിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് നമുക്ക് മാറി കിട്ടണം. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ വരെയും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ആ മാങ്ങയും ആ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോൾ വന്നിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് തൈര് എടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ആ പച്ചമണം മാറിയിട്ട് ഇതൊഴിച്ച് കറി വയ്ക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തീ ഞാൻ സിമ്മിൽ വെച്ചിട്ട് നമ്മുടെ തൈര് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഞാൻ ഇച്ചിരി ഏറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊണ് കൊടുക്കുന്നവർക്കും കൊടുക്കാം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഏറെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തന്നെ, ഒരുപാട് കട്ടിക്കൊന്നും വെക്കുന്നത് എനിക്കിങ്ങനെ ഇത് ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, നമ്മൾ തൈര് കൂടെ ഒഴിച്ചപ്പോഴേ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് താളിക്കുമ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഇവിടെ വെല്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ ഒരു 2-2.5 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഒരു പ്രത്യേക മണമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് ഉലുവ ചേർക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 3 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കൂട്ടും കൂടെ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ ഇട്ട് ഇളക്കണ്ട. കോരിയൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം നല്ലപോലെ ഈ കറിക്കകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇളക്കിയെടുത്ത് എന്താ രുചിയെന്നറിയാമോ. ഇതിന് വേറെ ഇനി ഒരു കറിയും വേണ്ട, ഒരു പപ്പടം മാത്രം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഊണ്
കുശാലായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും